സോ പ്രോബ്ലം പലപ്പോഴും ലെങ്തി ആയിരിക്കും. നോക്കാം. ദർ ഈസ് 40% ചാൻസ് ദാറ്റ് എ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ദി ഹോസ്പിറ്റൽ is suffering from cancer. A doctor has to decide whether a serious operation should be performed or not. Okay. Then if the patient is suffering from cancer and the serious operation is performed, the chance that he will recover is 70%, otherwise it is 35%. On the other hand, if the patient is not suffering from cancer and the serious operation is performed, the chance that he will recover is 20%, otherwise it is 100%. Assuming that recovery and death are the only possible results, construct an appropriate decision tree. What decision should the doctor take എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെങ്തി ആയിരിക്കും, പലപ്പോഴും ഇതിനേക്കാൾ ലെങ്തി ആയിരിക്കും പല ക്വസ്റ്റ്യൻസും. അപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് നോക്കാം. ദർ ഇസ് 40% ചാൻസ് ദാറ്റ് എ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ. അപ്പം ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ക്യാൻസർ ആണ് എന്ന് കൺഫേം ചെയ്യാനുള്ള ചാൻസ് 40% ആണ്. അപ്പോൾ ഡോക്ടർക്ക് ഡിസൈഡ് ചെയ്യേണ്ടത് അയാൾക്ക് ഓപ്പറേഷൻ നടത്തണോ വേണ്ടേ എന്നുള്ളതാണ്. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ ആൻഡ് ദ സീരിയസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്, ദ ചാൻസ് ദാറ്റ് ഹി വിൽ റിക്കവർ ഈസ് 70%. ഇപ്പം നേരത്തെ പറഞ്ഞു അയാൾക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത 40% ആണ്. അങ്ങനെ 40% ചാൻസാണ് ക്യാൻസർ ആണ് എന്ന് കൺഫേം ചെയ്യാനുള്ളതെങ്കിൽ അയാളിപ്പം സപ്പോസ് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു, സീരിയസ് ഒരു ഓപ്പറേഷൻ നടത്തി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അയാൾ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 70% ആണ്. അതാണ് എടുത്ത് തന്നിരിക്കുന്നത് 70%. അതർവൈസ് ഇറ്റ് ഈസ് 35%. അപ്പോൾ അയാൾക്ക് ഓപ്പറേഷൻ നടത്തി, അയാൾക്ക് ക്യാൻസർ ആണ്, ഓപ്പറേഷൻ നടത്തി റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 70%. ഇനിയിപ്പോൾ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്യാൻസർ പേഷ്യൻ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 35% ആണ്. റൈറ്റ്. ഇനി on the other hand, if the patient is not suffering from cancer and the serious operation is performed, the chance that he will recover is 20%, otherwise it is 100%. അതായത് അയാൾക്ക് ക്യാൻസർ അല്ല, വേറെ എന്തോ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ അവിടെ അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട എന്തോ ഒരു ആവശ്യകതയുണ്ട്. അപ്പം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 20% ആണ്. അതർവൈസ് ഇറ്റ് ഈസ് 100%. അതായത് അയാൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ 100% റിക്കവറി ആവുന്നുള്ളതാണ്. Assuming that recovery and death are the only possible results, construct an appropriate decision tree. What decision should the doctor take എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡെത്തും റിക്കവറിയാണ് 2 പോസിബിൾ റിസൾട്ട് ആകെ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം ഡോക്ടർ ഏത് ഡിസിഷൻ എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളുള്ളത്. ദർ ഈസ് 40% ചാൻസ് ദാറ്റ് എ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ സഫറിങ് ഫ്രം ക്യാൻസർ. അപ്പം ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ക്യാൻസർ വരാതിരിക്കാം. അപ്പം ക്യാൻസർ ആണ് എന്ന് കൺഫേം ചെയ്യാനുള്ള സാധ്യത 40% ആണെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിസിഷൻ നോഡ് നമ്മൾ വരയ്ക്കേണ്ടത് റൈറ്റ്. ഡിസിഷനോട് നമ്മൾ സ്ക്വയറിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം 2 ചാൻസാണ് അയാൾക്കുള്ളത് അല്ലേ. ഒന്ന് ക്യാൻസർ വരാം, 2 എന്ത് ചെയ്യാം, അയാൾക്ക് ക്യാൻസർ അല്ല വേറെ എന്തെങ്കിലും അസുഖമായിരിക്കാം, അല്ലെങ്കിൽ അസുഖം ഇല്ലാതിരിക്കാം. അപ്പോൾ 2 ചാൻസാണുള്ളത്. ഒന്ന് ക്യാൻസർ വരാം, ക്യാൻസർ വരാണ്ടിരിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 40% ചാൻസ് ദാറ്റ് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ. ഡോക്ടർ ഹാസ് ടു ഡിസൈഡ് വെദർ എ സീരിയസ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓർ നോട്ട് എന്നാണ്. അപ്പോൾ ക്യാൻസർ വന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഓപ്പറേഷൻ നടത്തണം. 2 ചാൻസാണ്, ഓപ്പറേഷൻ നടത്താം അല്ലെങ്കിൽ നടത്താണ്ടിരിക്കാം. അഗെയിൻ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിൽ ഓപ്പറേഷൻ
നടത്താം, അതല്ലെങ്കിൽ നോ ഓപ്പറേഷൻ. ഓക്കെ, അപ്പം ഓപ്പറേഷൻ, നോ ഓപ്പറേഷൻ. ക്യാൻസർ ആണ് എങ്കിൽ രണ്ട് ഡിസിഷനാണ്, ഒന്ന് ഓപ്പറേഷൻ നടത്തണോ ഓപ്പറേഷൻ നടത്തണ്ടേ എന്നുള്ളത്. ഓക്കെ, ഇനി ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അയാളുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ രണ്ട് കാര്യങ്ങളാണ്. ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞിട്ടില്ലേ, ഒന്ന് റിക്കവർ ചെയ്യും, അതല്ലെങ്കിൽ ഡൈ. ഓക്കെ, ഇനി അങ്ങനെ ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? If the patient is suffering from cancer and the serious operation is performed, if the serious operation is suffering from cancer and the serious operation is performed, the chance that he will recover is 70%, otherwise it is 35%. അപ്പോൾ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 70% ആണ്. സോ അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.7. ഓക്കെ, അപ്പം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.7 ആണെങ്കിൽ അദ്ദേഹം മരിക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? 0.3 ആയിരിക്കും. ടോട്ടൽ 1 ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് ഇനി ക്യാൻസറാണ്, ഓപ്പറേഷൻ ഇല്ല, ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്, പല കാരണങ്ങളുണ്ടായിരിക്കാം. രണ്ട് ചാൻസ്, ഒന്ന് അഗെയിൻ റിക്കവർ ചെയ്യാം, റിക്കവർ ചെയ്യാതിരിക്കാം, അതായത് മരിക്കാം. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ചാൻസ് ദാറ്റ് ഹി വിൽ റിക്കവർ ഈസ് 70% ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് 35%. അപ്പോൾ ഓപ്പറേഷൻ നടത്തി റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 70%, അതർവൈസ് ഇറ്റ് ഈസ് 35%. അതായത് ഓപ്പറേഷൻ നടത്തുന്നില്ല, ക്യാൻസറാണ്, ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 35%. സോ അങ്ങനെ വരുമ്പോൾ പ്രോബിലിറ്റി 0.35. ഓക്കെ, ഇനി ഓപ്പറേഷൻ നടത്തുന്നില്ല, അയാൾ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.35 ആണെങ്കിൽ മരിക്കാനുള്ള സാധ്യത ടോട്ടൽ 1 ആണ്. അപ്പോൾ എന്ത് വരും? 0.65. 1 മൈനസ് 0.35, 0.65. റൈറ്റ്. ഇനി നെക്സ്റ്റ്, അയാൾക്ക് ക്യാൻസർ ഇല്ല, വേറെ എന്തൊരു അസുഖമാണ്, അപ്പോഴും ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു ചാൻസ് നിലനിൽക്കുന്നു വിചാരിക്കും. പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ patient is not suffering from cancer and the serious operation is performed, the chance that he will recover is 20%, otherwise it is 100%. അപ്പോൾ ക്യാൻസർ ഇല്ല, വേറെന്തോ ഒരു അസുഖമാണെന്ന് വിചാരിക്കുക, ഓപ്പറേഷൻ നടത്തുന്നു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 20%. ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഓപ്പറേഷൻ നടത്താം, രണ്ട് നോ ഓപ്പറേഷൻ, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഓപ്പറേഷൻ നടത്തിയാൽ അയാൾക്ക് വേറെന്തോ അസുഖമാണ്, ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ് പറഞ്ഞത്? 20%. അതായത് ഇൻ ടേംസ് ഓഫ് പ്രോബിലിറ്റി ആണെങ്കിൽ 0.2. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കവർ 20% ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80%. ദാറ്റ് ഈസ് 0.8. ഇനി ക്യാൻസർ ഇല്ല, ഓപ്പറേഷൻ്റെ സാധ്യത അവിടെ ഇല്ല, ഓപ്പറേഷൻ സാധ്യത നിലനിൽക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിലും രണ്ട് ചാൻസാണ്, റിക്കവർ, ഡൈ. റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്ര പറഞ്ഞിരിക്കുന്നത്? 100%. അപ്പോൾ 1. ദെൻ പ്രോബിലിറ്റി 1 മരിക്കാനുള്ള സാധ്യത അപ്പോൾ ഇല്ല, അപ്പോൾ അതുകൊണ്ട് 0. ഓക്കെ, ഇനി ഇതിൻ്റെ അൾട്ടിമേറ്റ് ഔട്ട്കം നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അസ്യൂമിങ് ദാറ്റ് recovery and death are only possible result, construct an appropriate decision tree. What decision should the doctor take എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ യൂസ് ചെയ്യാറുണ്ട്, റെക്റ്റാങ്കിൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം
ഇവിടെ നമ്മൾ ഓപ്പറേഷൻ ക്യാൻസറാണ്, 2 ചാൻസ് ഉള്ളത്. ഓപ്പറേഷൻ നടത്താണ്ടിരിക്കാം. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിലും 2 ചാൻസാണ്. ഓപ്പറേഷൻ നടത്താണ്ടിരിക്കാം. ഇനി അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ഓപ്പറേഷൻ നടത്തി റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 70%, അത് 0.7. മരിക്കാനുള്ള ചാൻസ് അപ്പം എന്തായിരിക്കും? 0.3 ആയിരിക്കും. റൈറ്റ്. ഇനി നോ ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചാൻസ് 0.35. മരിക്കാനുള്ള ചാൻസ് 0.65. പിന്നെ ക്യാൻസർ ഇല്ല, ഓപ്പറേഷൻ നടത്തുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്നില്ല. അപ്പം ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 20%, അതായത് 0.2. ദെൻ മരിക്കാനുള്ള സാധ്യത 0.8 ആണ്. ദെൻ ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 1 ആണ്. മരിക്കാനുള്ള സാധ്യത അപ്പോൾ ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ഫൈനൽ പ്രോബബിലിറ്റീസ് ആണ് കാണേണ്ടത്. ഓക്കെ. അപ്പം നമുക്ക് നോക്കേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദ പേഷ്യൻ്റ് വിൽ റിക്കവർ ആഫ്റ്റർ സീരിയസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 40% ചാൻസ് അറ്റ് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ. അപ്പം ക്യാൻസർ ആവാനുള്ള സാധ്യത 40%. പിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ നടത്തി റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.7 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇൻറ്റു റിക്കവർ ചെയ്യാനുള്ള ചാൻസ്. ക്യാൻസർ ആവാനുള്ള ചാൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 0.40, റൈറ്റ്? 0.40. സോ 0.40 ഇൻറ്റു 0.7 അല്ലെങ്കിൽ 70/100 നമുക്ക് എന്ത് കിട്ടും? 0.28, റൈറ്റ്? ഇനി അഗൈൻ ക്യാൻസർ ആണ്, ഓപ്പറേഷൻ നടത്തി റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഇത്. അപ്പം മരിക്കാനുള്ള ചാൻസ് എത്രയായിരിക്കും? 0.40 ഇൻറ്റു 0.3 വിച്ച് ഈസ് 0.12, റൈറ്റ്? ഇനി ക്യാൻസറാണ്, ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.35 ആണ്. അപ്പം ക്യാൻസർ ആവാനുള്ള ചാൻസ് 0.40, ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 0.35 ആണ്. സോ 0.40 ഇൻറ്റു 0.35, 0.40 ഇൻറ്റു 0.35 വിച്ച് ഈസ് 0.14. ഇനി നെക്സ്റ്റ് അടുത്ത സാധ്യത ക്യാൻസർ ആണ്, ഓപ്പറേഷൻ നടത്തുന്നില്ല, മരിക്കാനുള്ള സാധ്യത. അപ്പം ഇവിടെ മരിക്കാൻ എത്രയാണ്? 65% അയാൾ മരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.40 ക്യാൻസർ ആണ്, ഓപ്പറേഷൻ നടത്തുന്നില്ല, മരിക്കുന്നു. 0.40 ഇൻറ്റു 0.65 ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കിട്ടും 0.26, റൈറ്റ്? ഇനി അടുത്തത് ക്യാൻസർ ഇല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത 40%, ദാറ്റ് ഈസ് 0.40. ക്യാൻസർ ഇല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഇല്ല എന്ന് കൺഫേം ചെയ്യാനുള്ള സാധ്യത എത്രയായിരിക്കും? 0.60. ടോട്ടൽ 1 ആണല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് വരാം. ക്യാൻസർ ഇല്ലാത്തൊരു സാഹചര്യം, ഓപ്പറേഷൻ നടത്തുന്നു, വേറെ എന്തോ അസുഖമുണ്ട്, ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.2. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.60 ഇൻറ്റു 0.2 ദാറ്റ് ഈസ് 0.12, റൈറ്റ്? ഇനി ക്യാൻസർ ഇല്ല, ഓപ്പറേഷൻ നടത്തുന്നു, മരിക്കാനുള്ള സാധ്യത 0.8. സോ ദാറ്റ് ഈസ് 0.60 ഇൻറ്റു 0.8, 0.48. നെക്സ്റ്റ് ഓപ്പറേഷൻ നടത്തുന്നില്ല, ക്യാൻസർ അല്ല, ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 1 ആണ്. സോ ഡെഫിനറ്റ്ലി
അദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.60, അതായത് 0.60 × 1. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ക്യാൻസർ ഇല്ല എങ്കിൽ മരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0ആണ്. അപ്പോൾ അദ്ദേഹത്തിന് മരിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുള്ളതാണ്. ക്യാൻസർ അല്ല എന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ. ഇത്രയാണ് ഡിസിഷൻ ട്രീയിൽ വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഡിസിഷൻ ഷുഡ് ദ ഡോക്ടർ ടേക്ക് എന്നുള്ളതാണ്. വാട്ട് ഡിസിഷൻ ഷുഡ് ദ ഡോക്ടർ ടേക്ക്. അപ്പോൾ എന്ത് ഡിസിഷനാണ് ഡോക്ടർ എടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് P1 എന്ന് പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബബിലിറ്റി ദാറ്റ് patient shall recover after operation. ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം പേഷ്യൻ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ചാൻസാണ്. ഒന്ന്, അദ്ദേഹത്തിന് ക്യാൻസർ ആണെങ്കിൽ ഓപ്പറേഷൻ നടത്തിയാൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ്, പ്ലസ് ക്യാൻസർ അല്ലെങ്കിൽ വേറെന്തൊരു ഓപ്പറേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ്. സോ ദിസ് ഇസ് 0.28 ആൻഡ് ദിസ് ഇസ് 0.12. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.4, റൈറ്റ്. ഇനി രണ്ടാമത്തത് P2 എന്നെടുക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് പേഷ്യൻറ്റ് വിൽ റിക്കവർ വിത്തൗട്ട് എനി ഓപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അഗെയിൻ ക്യാൻസർ ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നില്ല, റിക്കവർ ചെയ്യാൻ ചാൻസ് 0.14 ആണ്. അപ്പോൾ 1 കിട്ടി. രണ്ടാമത് ക്യാൻസർ ഇല്ല, ഓപ്പറേഷൻ നടത്തുന്നില്ല, റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.60. അപ്പോൾ 0.60 പ്ലസ് 0.14 വിച്ച് ഈസ് 0.74. അപ്പോൾ ഇതിലിപ്പോൾ ഏതാണ് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ഡോക്ടർക്ക് ഡിസിഷൻ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കുക, പ്രോബിലിറ്റി നോക്കുക. പേഷ്യൻ്റ് റിക്കവർ ചെയ്യും ഓപ്പറേഷൻ നടത്തിയാൽ 0.4, 40% ചാൻസ് ഉള്ളൂ. ഓപ്പറേഷൻ ഇല്ലാതെ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്ര? 0.74. അപ്പോൾ അദ്ദേഹം എന്ത് ഡിസിഷനായിരിക്കും സ്വാഭാവികമായിട്ട് എടുക്കേണ്ടി വരിക? ഓപ്പറേഷനിലേക്ക് പോവേണ്ടതില്ല എന്നുള്ള ഡിസിഷനാണ് എടുക്കേണ്ടി വരിക. ബിക്കോസ് ഓപ്പറേഷനിൽ പോവാതെ തന്നെ റിക്കവറി വളരെ, അല്ലെങ്കിൽ റിക്കവറിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ ഡിസിഷൻ ട്രീയിൽ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഓക്കെ.